നമസ്കാരം. അവൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അവളുടെ കഥ പറച്ചിലുമായിട്ട്. എന്തിനു വേണ്ടി ഇറങ്ങി എന്നുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും ഞാൻ എന്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡന്റ് ഇതാണ് വീഡിയോ അപ്സ. അതിന്റെ കമന്റ്സിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാ, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിട്ടാന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ്. ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറെ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ചോദിക്കത്തില്ല. എന്താ? അവർക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി, അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലെന്ന്? ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ അയാൾ നീ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ റിയാക്ട് ചെയ്ത സാധനം കാണിച്ചു കാടി. നിന്നെ അയാൾ തേജോവധം ചെയ്തത് കാണിച്ചതാ. നീ അതാത്തം കാണിച്ചതാ. നീ ഇമ്മാതിരി ഇരുന്ന് മെഴുകരുത്. ഇനി അവൾ പറയുന്ന ബാക്കിയൂടെ കേൾക്കൂ. അവൾ പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഇവളിപ്പോൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഫേസ്ബുക്ക് റീച്ച് കൂടി കിട്ടണം, ഒന്നുകൂടി ഫേസ്ബുക്കിൽ കൂടി വൈറലാവണം. അതിനുവേണ്ടി മാത്രമാണ് ഇവൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരാളും ഇവളുടെ അക്കൗണ്ടിൽ പോയി ഇത് കാണരുത്. നിങ്ങൾക്ക് ഇവൾ പറഞ്ഞ വീഡിയോ മൊത്തം ഞാനിത് കേൾപ്പിച്ചു തരാം. മനസ്സിലായില്ലേ? കുറച്ചൊരു 2-3 മിനിറ്റേ അവൾ പറയുന്നുള്ളൂ. കാര്യം ഈ 3 മിനിറ്റ് സാധനം എടുക്കുന്ന തന്നെ അത് പെട്ടെന്ന് കൂടുതൽ വൈറലാവാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അതാണ്. ബാക്കിയൂടെ കേട്ടോളൂ. പിന്നെ വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട്, അയാൾ മാന്യായിട്ടാണല്ലോ ഇരിക്കുന്നേ, അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാന്യനായിരുന്നു. എന്റെ കമന്റ് സെക്ഷനിലുള്ള കുറെ ആളുകളുണ്ടല്ലോ, അവരാ ഏറ്റവും വലിയ ക്രിമിനൽസ്. നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ്. മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? കമന്റ് ബോക്സിൽ, അവളുടെ കമന്റ് ബോക്സിൽ കമന്റ്സ് ഇട്ടവരാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽസും. ഇയാൾ മാന്യനായിരുന്നു എന്നാണ്. ഇയാൾ മാന്യനായിരുന്നു എന്ന് വീട്ടിൽ ഇപ്പോഴാണ് തോന്നുന്നത്. പട്ടി കഴിവേറുള്ള മോൾക്ക് ഇപ്പോഴാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ, അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ പഴമിഴിഞ്ഞ് ഇരുന്നേന്ന് ചോദിക്കൂ? നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇത് കാണുന്ന എന്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കും. നിങ്ങൾക്ക് അതേടി ഞങ്ങള് പുരുഷന്മാര് ഇനി നേരെ അന്യരാജ്യത്തോട്ട് പോവാം. ഞങ്ങളാണ് ഇവിടെ പറയുന്നത്, ഇവിടുത്തെ സ്ത്രീകളെ കൊണ്ട് ജീവിക്കാൻ പറ്റാതായതിന്റെ സ്ഥിതിക്ക് ഇനി നമുക്ക് അന്യരാജ്യത്തോട്ട് പോവാം. ഇവിടുത്തെ നിയമം മൊത്തം ഇതുപോലുള്ള കൂത്തിച്ചകൾക്കാണല്ലോ. ഇതുപോലുള്ള കൂത്തിച്ചകളെ, മറ്റേ സാധാരണ സ്ത്രീകളല്ല. ഒരുപാട് സ്ത്രീകൾ ഇതിൽ വിളിച്ച് എനിക്ക് പിന്തുണ തരുന്നുണ്ട്. അത് മാത്രമല്ല, വേറൊരു വേട്ടവാളയൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതും കൂടി ഇട്ടുതരാം. ഇതിപ്പോൾ ബാക്കിയൂടി ഇവളുടെ കേൾക്കാം. ഇവള് പുരുഷന്മാരാണ് ഇപ്പോൾ പോകേണ്ടി വരുന്നത്. ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടാ ആരും ഉണ്ടാകത്തില്ല. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്റെ കമന്റ് ബോക്സ്. അപ്പോൾ ഇതാണ് ഇവള് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കണ്ടല്ലോ ഇവളുടെ വീഡിയോയിൽ ഇവളുടെ മുഖഭാവം നോക്കിയാൽ അറിയാം പക്ക ഫ്രോഡാണെന്നുള്ളത്. അത് മാത്രമല്ല, ഇവൾക്ക് എന്തെങ്കിലും ഒരു കൂസലുണ്ടോ? അവൾ വിജയിച്ചു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാര്യം അവൾക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ലക്ഷ്യം അവൾ സാധിച്ചെടുത്തിരിക്കുകയാണ്. എന്താണ് ആ ലക്ഷ്യം? അവളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോവേഴ്സിനെ കൂട്ടുക, റീച്ച് കൂട്ടുക. അതുപോലെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഈ വീഡിയോ ചെയ്തിരിക്കുന്ന ഫേസ്ബുക്കിലാണ് അതിൻ്റെ ലക്ഷ്യം. അവിടെ ഇവൾ മുൻപ് ചെയ്ത വീഡിയോക്കൊക്കെ കിട്ടിയിരിക്കുന്ന 20 ലൈക്ക്, ഇവിടെ ഫോട്ടോസിനൊക്കെ 20-25 ലൈക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെയും കൂടി വൈറലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ആ ഫേസ്ബുക്ക് പേജും കൂടി അവൾക്ക് ഒന്ന് റീച്ച് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഒരാളും പോയി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ പട്ടി കഴിവേർ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ ഇവൾക്കെതിരെ മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടേ. ആ പൊട്ടന് ഞാൻ അല്ലെങ്കിൽ ആ വീഡിയോക്കുള്ള മറുപടി ഞാൻ പിന്നീട് പറയാം. അപ്പം ഇപ്പം മനസ്സിലാക്കേണ്ടത്, ഇതുപോലുള്ള സ്ത്രീകളെ തീർച്ചയായിട്ടും ഞാൻ ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഞാൻ വളരെ മോശമായിട്ട് തന്നെ പറയും. കാരണം സ്ത്രീകൾ വരെ ആ സപ്പോർട്ട്. കുറച്ച് അപൂർവം ചില പാവാടകൾ മാത്രമേ ഉള്ളൂ നമുക്ക് എതിരായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ. ഞാൻ പറയട്ടെ, ഇവിടെ ഈ പെൺകുട്ടി കാണിച്ച ഈ തെണ്ടിത്തരത്തിന് കാര്യം 40+ ആണ്. നമ്മളൊക്കെ, ഞാനും 40-ന് മേളിലായ ആളാണ്.
എൻ്റെ പ്രായത്തിനും മേളിലോ ഒക്കെ ആയിരിക്കും ആ വ്യക്തി എന്ന് പറയുന്നത്, ഈ പെൺകുട്ടിയുടെ കൂടെ യാത്ര ചെയ്ത വ്യക്തി. അയാളുടെ മാനസിക അവസ്ഥ നിങ്ങൾ നോക്കിയേ. ഞാൻ ഏതൊരു വിഷയം സംഭവിച്ചാലും അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ വരുന്നത്. മനസ്സിലായില്ലേ? ഞാൻ മോശം വാക്ക് പറയുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മാനസിക വ്യഥയാണ് ഞാൻ പറയുന്നത്. എനിക്ക് അത്രത്തോളം മാനസിക വിഷമമുണ്ട്. ഇമാതിരി ഇവരെ ഈ പാവങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അലക്കുമ്പോൾ ഈ രീതിയിൽ, അത് പെണ്ണ് കേസല്ലേ, നാറ്റ കേസല്ലേ, അത് നമ്മൾ എങ്ങനെയാ അത് സൗമ്യമായിട്ട് മോളെ നീ അങ്ങനെ ചെയ്യരുത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇതൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടാതെ ചെയ്തിട്ട് കാര്യം. ഈ തന്തയ്ക്ക് ഒരു റോളും കാണില്ല ഈ വീട്ടിൽ. അദ്ദേഹം അവിടെ വീട്ടിൽ ഉണ്ടോയെന്ന് അറിയില്ല. കാര്യം അടിച്ചിറക്കി വിട്ട് കാണും. അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പീഡനത്തിന് ഇവള് കൊടുക്കും. ഇവളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്ന ടീമുകളാണ് ഇവളൊക്കെ. അപ്പം നമുക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവളെയൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് അടിച്ചോടിച്ചേ പറ്റൂ. കാരണം യഥാർത്ഥ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടണമെങ്കിൽ നമ്മൾ ഇവളെയൊക്കെ ഇവിടെ നിന്ന് അടിച്ചോടിക്കണം. അത് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റും ഷെയറും കറക്റ്റായിട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.